ശശി തരൂരുമായിട്ട് എന്താ ഇവിടെ കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അദ്ദേഹം നമ്മുടെ MP ആണ്. അദ്ദേഹം എല്ലാ കാര്യത്തിലും ഇപ്പോൾ 2 ദിവസം ശശി തരൂർ ഇവിടെ ഈ ക്യാമ്പിൽ ഫുൾ ടൈം ഉണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ MP ആണ്. പിന്നെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു 100% പാർട്ടിക്കാരനല്ലല്ലോ. മീൻസ് ഞങ്ങളൊക്കെ പോലൊരു പ്രവർത്തനം അല്ലല്ലോ അദ്ദേഹം മറ്റൊരു തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയും. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് അല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഈ 2 ദിവസം അദ്ദേഹം ഇപ്പം ഞങ്ങളുടെ കൂടെ ഇവിടെയുണ്ട്. എല്ലാ കാര്യത്തിലും പങ്കാളിയല്ലേ. മോദിയെ തുടർച്ചയായി അനുകൂലിക്കുന്ന നിലപാടെടുത്തു. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ വരെ അദ്ദേഹത്തോട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും തിരുത്തിയില്ല. ഏറ്റവും അവസാനം ഞാൻ അതിന്റെ വിശദാംശങ്ങൾ കോർപ്പറേഷൻ പിടിച്ചപ്പോൾ പോലും അവരെ അനുകൂലിക്കുന്ന സമീപനമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസിൻ്റെ MP ആണ് ഇവിടുത്തെ. അദ്ദേഹം ഞങ്ങളോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അതിവിടെ KPC പ്രസിഡന്റ് അനൗൺസ് ചെയ്യും. പ്രക്ഷോഭങ്ങളിലേക്ക് പോകും. ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കേരളത്തിൽ ജനങ്ങളുടെ ഹൃദയത്തെ ബാധിച്ച മുറിവേൽപ്പിച്ച സംഭവമാണ് ശബരിമല. അതിനു വേണ്ടിയിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി UDF കോൺഗ്രസ് മുന്നോട്ട് പോകും. മണപ്പാട് ഫൗണ്ടേഷനെതിരെ കേസ് വന്നിരിക്കുകയാണ്. അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഏത് അന്വേഷണം? മണപ്പാട് ഫൗണ്ടേഷൻ അറിയില്ലേ? പുനർജനിയുടെ അന്വേഷണം നടക്കേണ്ടത് ആരിതൊക്കെ കെയർ ചെയ്യുന്നു? എൻ്റെ പേരിൽ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് CBI അന്വേഷണം പ്രഖ്യാപിച്ചതാണ്. ഒരു CBI എന്നെ തിരക്കി വന്നില്ല, ഒരു EDയും വന്നില്ല, ഒരു വിജിലൻസും വന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇലക്ഷൻ ആകുമ്പോൾ ധാരാളം ഓലപ്പാമ്പുകൾ പേടിപ്പിക്കാൻ നോക്കും. അതൊക്കെ അന്വേഷിക്കട്ടെ. 5 വർഷം അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. അതൊക്കെ ഇവിടെ KPCC ഇപ്പോൾ പ്രഖ്യാപിക്കും. ഞങ്ങൾ രാവിലെ മീറ്റിംഗ് കൂടി എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും ആശങ്കപ്പെടേണ്ട. കോൺഗ്രസ് വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിച്ചിരിക്കും. വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല. അത് ചുമതലപ്പെടുത്തിയവർ നിങ്ങളോട് പറയും.